ഫുഡില്ലേ? ഫുഡിന്റെ കിട്ടി. ആരും ബലം വെക്കല്ലേ, രാമായണം വായിക്കുവാണ്. ആരും ബലം വെക്കല്ലേ, രാമായണം വായിക്കുവാണ്. ഇവിടെ ആരും ബലം വെക്കല്ലേ. എനിക്ക് ഹെഡ് അടിച്ചു പഠിക്കാൻ മാനോടുന്നുണ്ടോ തേൻ കൂടുമുണ്ടോ കിളികൾ പലതുണ്ട് കാടറാൻ വാ കൂടറാൻ വാ. എല്ലാരും ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു മനുഷ്യൻ സിനിമ പാട്ടല്ലേ വെളിയില് കഞ്ഞി വന്നിട്ടുണ്ട്. ആരും ഓടല്ലേ, പോയി കുടിക്കണേ, പയ്യെ പോയി കുടിക്കണേ. ഉണ്ട് 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 ഉണ്ട്, എല്ലാവർക്കും തരാം. അയ്യോ എനിക്ക് വയ്യടേ, എന്റെ പൊന്നു. സെൻട്രന്റെ ബാക്കി ആരും അറിഞ്ഞില്ല. സെൻട്ര മരിച്ച ദിവസമെങ്കിലും ആരും സമ്മാനായിട്ട് നിക്കട്ടെ. 5-6 പേര് മരിച്ച ദിവസം അല്ലടാ. ഇല്ല ചന്ദ്രൻ നീ ഇങ്ങോട്ടാണ്, നമുക്ക് അങ്ങോട്ട് മാറി. മുണ്ടോക്കി കാണിക്കാൻ പറ്റുമോ? പൈസ തരാറുണ്ട്. അണ്ണന് വല്ലതും കൊടുക്കാറുണ്ടോ? പരിചയമില്ല പരിചയമില്ല പറഞ്ഞിട്ടില്ല. അറിയില്ല, അവരറിയില്ല. പിന്നെ ആ മൊലാലിയെ ചോദിച്ച പേര് ചോദിക്കാൻ മൊലാലി ഇല്ലല്ലോ. പറയുമ്പോ ആര് വന്നെ പറയാം. മൊലാലിയായിട്ട് എന്തായിരുന്നു ബന്ധം? കൂട്ടുകാരനാണോ? എങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നില്ലേ? പാവായിരുന്നു. പുറത്തുള്ളവരോടൊക്കെ ഭയങ്കര മാന്യനായിരുന്നു കേട്ടാ. കാലിന്റെ ഇടയിൽ താഴെ കാലിന്റെ അടിയിൽ അത് അലക്കാത്ത നേരത്തോ സുരുപോരെ വിളിച്ചൊരു രാമായണം വായിക്കുന്ന ഇനി ഗ്യാഗ് ഹൗസ് ബേക്കിലുള്ള 10 ഏക്കർ കടൽ ആര് നോക്കുക? ഗ്യാങ്ങോസിന്റെ പുറകിലുള്ള കടലിന്റെ ഗ്യാങ്ങോസും പുറകിലുള്ള 10 ഏക്കർ കടല് എന്റെ പേരിട്ടാണ് മടൽ ഏറ്റി വെച്ചിരിക്കണേ. നീ അതിന്റെ പേരിൽ തർക്കിക്കല്ലേ. ഇവിടെ വന്ന രാമായണം കേക്കാം. ഇവിടെ വന്നിരുന്നാ മതി. രാമായണം കണ്ടില്ല. എല്ലാരും ഇരിക്കടാ, നോക്കിക്കാട്ടെ. മറികടനെ പറ്റി നായില്ലടാ ഇനി മൊലാലിക്ക് പരം. ഒരു മരണ വീട്ടിൽ ഇവിടെ ഇങ്ങനെ മൊലാലി നോക്കിയാലും നല്ല രീതിയിൽ അമ്മച്ചെടിനെ നോക്കും. ഒരു മരണ വീട്ടിൽ കിടന്നത് എല്ലാരും ഇങ്ങനെ ബേളം. അവിടെ രാമായണം മര്യാദക്ക് കേൾക്കുന്ന പോലും അപ്പൊ രാമായണം വായിക്കാൻ പറയാം.
ഓക്കെ 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 എടാ എല്ലാരും മിണ്ടായിരിക്കും രാമായണം വായിക്കണമെന്ന് പറഞ്ഞല്ലടാ എല്ലാരും സൈലന്റ് രാമായൺ വായിച്ചോ. കൂട്ടുകാരുടെ പേരെന്താ? കാരുണ്യമൂർത്തി വരിക വരിക സൗണ്ട് ഇഷ്ടമല്ല. ചുമ്മാ രാമായണമാണ്, കറക്റ്റ് രാമായണമാണ്. ചെറുക്കന 2000 കോടിക്കാണ് ഇറക്കിയിരിക്കുന്നത്. രാമായണം രാമായണം കണ്ടിനോ? ശിവശക്തി സംഭവൻ ഈ കൊച്ചിന് വയറുവേരെടുക്കേണ്ടത് മോളെ പുറത്തേക്ക് പൂജാരിയായിട്ട് വാടാ. ൂരക്കുള്ള നടക്കിട പരന്ത കുടിക്കുന്ന മുമ്പ് നിന്ന് ഇന്നലെ വരെ ഓടുന്ന ഇതൊക്കെ ആരൊക്കെ വന്ന് കരയാണ്? എന്നെ ഒരു പരിചയമില്ലാത്ത ഉണ്ടാകല്ലേ. എല്ലാവർക്കും വിഷമുള്ളത് ആരും ബഹളം ഉണ്ടാകല്ലേ. അയാള് പാട്ട് പാടല്ലേ? പാട്ടുള്ള അയാള് അയ്യോ പോട്ടിട്ട് ഇവിടെ ചുണ്ണിമോനെ വാടാ. റോബറി കഴിഞ്ഞ് നേരെ വന്നു കഞ്ഞിയോട്ടം പറഞ്ഞപ്പോ എന്നിട്ട് അവള് മോങ്ങണ കണ്ടാ മലയാളി കൂട്ടുകാരൻ വാ. മലയാളിയുടെ അവസാനത്തെ ജട്ടി മാത്രം കൊണ്ടൊഴിക്കാൻ കടലില് ഫുഡ് അവിടെ ഫുഡ് കൊടുക്കടാ. കൊടുക്ക ഇവിടെ കടന്ന് കാറാടിരിക്കാൻ പറയടാ ഇവന്മാരോട്. ഇത് കേട്ട ഇവിടെയുള്ള 5-6 കൂടെ ചാവും. നല്ല മനുഷ്യരല്ലായിരുന്നു, അതാ ഇത്ര നേരത്തെ കൊണ്ടുപോയി. മലയാളിയുടെ ബോഡി ഒഴുക്കാൻ പോണേ. എല്ലാം കൂടി ബോഡിയാവുമ്പോ എന്തരടെ ഇവിടെ അത് സിനിമ പാട്ടോ. കുടുംബാംഗങ്ങൾ മാത്രം കളിക്കാനുള്ളത്, അല്ലാതെ കൂടെ കയറി അടിക്കല്ല. അതുകൊണ്ടല്ല ആരും ചാവണേ. ബാബു പറഞ്ഞ കണ്ട് എല്ലാരും ബാബു പറഞ്ഞ ഇനി നിന്ന ഇനി പറയും ടൈമാച്ച്. പറയണ്ട, ഇറങ്ങാൻ പറ്റത്തില്ല. ഈ ഒരു മെസ്സേജ് ഇട്ടിട്ട് ഞാൻ പോവും. പിന്നീട് എന്റെ ഐഡന്റിറ്റി ആർക്കും അറിയത്തില്ല എവിടെയാണെന്ന് തൽക്കാലത്തേക്കിന്. അപ്പൊ അതുവരെ അണ്ണൻ തൽക്കാലത്തേന് ആരും അറിയണ്ട. വെയിറ്റ്. കേക്കുതാ? ഹലോ, ഞാൻ റേഡിയോയിൽ സംസാരിക്കാൻ പറ.
ഞാൻ വാസനെ വിളിക്കട്ടെ. തോമക്കില്ലാടി ഫേക്ക് ഐഡിയ ഫേക്ക് ഐഡിയ റേഡിയോയിലുണ്ടോ അണ്ണാ? അതല്ല ഫേക്ക് ആയിരിക്കടാ. എടാ നിങ്ങൾ ഇങ്ങനെ എന്താണ് ഒരുമാതിരി നമ്മുടെ ഇടാൻ പറ്റുമോ? അത് ആലോചിക്കണം നമ്മള്. അമ്പത്തൂരെ ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. മലയാളി ജീവിച്ചിരുന്നപ്പോ കാണിക്കാതെ ആത്മാർത്ഥതയാണ് ഇപ്പൊ കാണിക്കണേ. നമുക്ക് സഹിക്കാൻ പറ്റൂല. കരടി കടിച്ചില്ല അപ്പോ. ഇനിയാണ് അമ്പത്തൂരെ കഥ ആരംഭിക്കുന്നത്. ഞാനും നീയും കൺമണി അല്ലാതെ മൂന്നാമതൊരാള് എന്നെ പറ്റി അറിഞ്ഞേക്കുന്നത്. ഇനി ഞാൻ നിന്നെ എപ്പോഴാ കാണുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അറിയാത്ത പോലെ നിന്നോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വിളിച്ചാൽ മതി. ഓക്കെ. സിറ്റി വീട് കാണോ ഇന്ന്? മുതുക്കിലില്ല നോക്കി. ഇത് എന്റെ ചെയ്യാൻ എന്റെ ഒരു കിടലൻ പ്ലാൻ ഉണ്ട്. മുതുകിന്റെ ഏരിയ ഉണ്ട്. മുതുകിന്റെ ഏരിയ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ എന്റെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അമ്പത്തൂരെ കാണാം. സിനിമയിൽ ഇവിടെ മറ്റേ ഇടിമിന്നല് മറ്റേ എഫക്റ്റ് എല്ലാം ഓക്കെ സെറ്റ് അല്ലേ? ഒരു ഇതുകൂടി ഇട്ടിട്ട് പോവാം. വെയിറ്റ് ഫേക്ക് ഉണ്ടാക്കാൻ പറ്റൂടാ? എന്റെ KGF വീണ്ടെടുക്കാൻ ഞാൻ തിരിച്ചു വരും. ഓ അതുണ്ട അണ്ണ വരുവണ്ണ വീട്ടിലോട്ട് വരുവാ. മറ്റേ ബെഡ് കയറി കിടക്കുന്നുണ്ടല്ലോ രണ്ടെണ്ണം. ഫേക്ക് ഐഡി ആയെന്ന് ബാബു. എല്ലാം ഇത് തന്നെ സംസാരം കേട്ടോ. കേട്ടോ ഇത് എന്റെ പേര് എന്റെ ഒരു കിടലൻ പ്ലാൻ ഉണ്ട്. അങ്ങനെ എന്റെ ചെയ്യാം. തുപ്പരുത്, മാസാണ്. അപ്പൊ KGF അല്ല TV മൂഞ്ചി കേട്ടോ. അയ്യോ മേക്കപ്പിന് ഇടും. അല്ല സെറ്റാക്കാം. സോ അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. F8 ക്യൂട്ട്.